അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ കേരള നിയമസഭ നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ട് യുവസാഹിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കലക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. എഴുത്തുകാരൻ VS അനിൽകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. ബൈറ്റ് യുവകലാസാഹിതി ജില്ലാ പ്രസിഡന്റ് ഷിജിത്ത് വായന്നൂർ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജിതേഷ് കണ്ണപുരം, മാധവൻ പുറച്ചേരി, KT ബാബുരാജ്, VK സുരേഷ് ബാബു, വേലായുധൻ ഇടച്ചേരിയൻ, റോയ് ജോസഫ്, ആർട്ടിസ്റ്റ് ശശികല തുടങ്ങിയവർ സംസാരിച്ചു. നിയമങ്ങൾ ഉണ്ടാക്കണമെന്ന് നിർദ്ദേശിക്കാൻ കോടതിക്ക് അധികാരമില്ല എന്ന് പറയുകയും നിയമങ്ങൾ ഉണ്ടാക്കാൻ കോടതിക്ക് അധികാരമില്ലെങ്കിലും ചില സമയങ്ങളിൽ അതിന് മുൻകൈ എടുക്കേണ്ടി വരും കോടതി എന്ന് പറയുകയും ചെയ്തതാണ്. ഇങ്ങനെയുള്ള ഒരു ചെറിയ വളരെ സമീപകാല ചരിത്രമുണ്ട്. അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നടപ്പിലാക്കാൻ വേണ്ടി എത്രമാത്രം പ്രതിബന്ധങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ളതിൻ്റെ വളരെ സമീപകാല ഉദാഹരണങ്ങളാണിവ. കഴിഞ്ഞ ദിവസം ടെലിവിഷനിൽ ഇരുന്നിട്ട് ഒരു ബ്രാഹ്മണ പൂജാരി പറയുന്നത് കേട്ടു. ഒരു കുട്ടി ചോദിക്കുകയാണ്, ദൈവത്തിന് എന്ത് ഭാഷയാണ് മനസ്സിലാവുന്നത്? ദൈവത്തിന് സംസ്കൃതം മാത്രമേ മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി, അപ്പം നമ്മൾ പറയുന്ന മലയാളത്തിലൊന്നും ദൈവം മനസ്സിലാക്കില്ലേ? ഇല്ല, സംസ്കൃതത്തിൽ മാത്രമേ ദൈവം മനസ്സിലാക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തമാശ തോന്നിയത്, ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഗ്വാട്ടിമാല, ബൊളീവിയ, വെനിസ്വേല, ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്നുണ്ട്. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.